ഖുർആൻ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം സബ്സ്ക്രിപ്ഷൻ ഏതാണ്ട് 100Kയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു 19 പേര് കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ 100K എന്ന ഒരു മൈൽ സ്റ്റോൺ നമുക്ക് കടക്കാൻ കഴിയും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വീഡിയോകൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആശയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഖുർആൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സൂറത്ത് ആലി ഇമ്രാനിലെ 100 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. 101ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാം. യഹൂദരോടുള്ള കടുത്ത പകയും വിദ്വേഷവും മുഹമ്മദിൻ്റെ മനസ്സിൽ നിന്ന് നുരഞ്ഞ് പതഞ്ഞ് വിസർജിക്കുന്ന രംഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർന്നും കുറേ വാക്യങ്ങൾ ജൂതവിരോധത്തിൻ്റെ ആളിക്കത്തലായിട്ട് തന്നെയാണ് ഖുർആനിൽ കാണുന്നത്. അതിൻ്റെ സന്ദർഭവും സാഹചര്യവും ചരിത്രവുമൊക്കെ നമ്മൾ പലതവണ വിശദീകരിച്ച് കഴിഞ്ഞു. 101ാമത്തെ വാക്യം ഞാൻ വായിക്കാം. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കെ നിങ്ങൾക്കിടയിൽ അവൻ്റെ ദൂതനുണ്ടായിരിക്കെ നിങ്ങളെങ്ങനെ അവിശ്വാസികളാകും? ആർ അള്ളാഹുവെ മുറുകെ പിടിക്കുന്നുവോ അവൻ നേർമാർഗത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മുഹമ്മദിന് മദീനയിൽ ജൂതന്മാരിൽ നിന്ന് കിട്ടിയ പണിയുടെ ആ ഒരു ആഘാതം എത്രത്തോളം ഭീകരമായിരുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചന നൽകുന്ന ഒരു വാക്യമാണ്. മുഹമ്മദിനെ അവർ ആശയപരമായി തോൽപ്പിക്കുക വഴി മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മദീനയിൽ നിന്നൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ച് കൂടെ വന്നിരുന്ന ഒരുപാട് ആളുകളിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും കുറേ പേര് മുർത്തദ്ദായി തിരിച്ചു പോവുകയും കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയും കൂടുതൽ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി പലരും മുഹമ്മദിൻ്റെ അടുത്ത് വരുന്നതിന് പകരം ജൂത പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോവുകയും ഒക്കെ ചെയ്തു തുടങ്ങിയ ഒരു സന്ദർഭത്തിൽ മുഹമ്മദിന് ആ ജൂതരോടും ജൂതർക്കൊപ്പം പോകാൻ തുനിഞ്ഞ സ്വന്തം അനുയായികളോടുമുള്ള കടുത്ത പകയും വിദ്വേഷവുമാണ് ഇവിടെ നുരഞ്ഞ് കവിഞ്ഞ് വരുന്നത്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾക്കിടയിൽ അവൻ്റെ ദൂതൻ ഉണ്ടായിരിക്കെ നിങ്ങളെങ്ങനെ അവിശ്വാസികളാവും? അപ്പോൾ ഒരുപാട് പേര് അവിശ്വാസികളായി എന്ന് വളരെ വ്യക്തമാണ്. ആര് അള്ളാഹുവെ മുറുകെ പിടിക്കുന്നുവോ അവൻ നേർമാർഗത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ജൂതന്മാരുമായി മുഹമ്മദ് നടത്തിയിട്ടുള്ള സംവാദങ്ങളിൽ മുഹമ്മദിനെ അവർ വെള്ളം കുടിപ്പിച്ച സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ പാത തന്നെയാണ് ഞാനും പിന്തുടരുന്നത് എന്ന മുഹമ്മദിൻ്റെ അവകാശവാദത്തെ അവർ തൗറാത്ത് വെച്ചുകൊണ്ട് ചോദ്യം ചെയ്തു. തൗറാത്തിൽ അങ്ങനെയൊന്നും ഇല്ല, എങ്കിൽ നിങ്ങൾ കൊണ്ടുവരുമോ എന്ന് പറഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്ന് വായിച്ചു. അതോടുകൂടി മുഹമ്മദ് നാണം കെട്ടു. പിന്നെ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ മുഹമ്മദ് അവരെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഉള്ളവരെ പിടിച്ചു നിർത്താനുള്ള തത്രപ്പാടാണ് ഇപ്പോൾ മുഹമ്മദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുഹമ്മദിന് പറ്റിയ ഏറ്റവും വലിയ അമളി, മുഹമ്മദ് ഒരു മതമുണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മതം കോപ്പിയടിക്കാൻ പോയി അതിൻ്റെ പിന്തുടർച്ചക്കാരനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവരെ കൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മുഹമ്മദ് അതിൻ്റെ തുടർച്ച എന്ന നിലക്കൊരു മതമുണ്ടാക്കാൻ പോയി എന്നതാണ് മുഹമ്മദിന് പറ്റിയ ഏറ്റവും വലിയ അമളി. അത് ഖുർആനിലെ തന്നെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായി ഭവിക്കുകയും ചെയ്തു. നേരെ മറിച്ച് മുഹമ്മദിന് സ്വന്തമായൊരു മതമുണ്ടാക്കുകയും സ്വന്തമായൊരു ആശയം മുന്നോട്ട് വെക്കുകയും ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും മുമ്പിൽ ഇത്രയും നാണം കെടേണ്ടി വരുമായിരുന്നില്ല. ആദ്യകാലത്ത് ജൂതരെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും മുഹമ്മദിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവരെ കൂടെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ കഥയെല്ലാം കോപ്പിയടിച്ച് അത് മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതനുസരിച്ച് അവരുടെ കിബില തന്നെ, അവരുടെ ആരാധനാലയം തന്നെ മുഹമ്മദ് നിസ്കാരത്തിൻ്റെ കിബിലയാക്കി മാറ്റി. പക്ഷേ അതൊന്നും അവരുടെ മുമ്പിൽ ഏശിയില്ല. അവരുടെ വേദവും വിശ്വാസവും അനുസരിച്ച് മുഹമ്മദിനെ ചോദ്യം ചെയ്തതോടുകൂടി മുഹമ്മദ് ഉത്തരം മുട്ടുന്നതാണ് അവർ കണ്ടത്. അതേ തുടർന്ന് മുഹമ്മദ് അവരുടെ മുമ്പിൽ ഇളിഭ്യനാവുകയും ഇതേ രീതിയിൽ സ്വന്തം വിശ്വാസികളായ അനുയായികളെ പിടിച്ചു നിർത്താൻ പാടുപെടേണ്ട ഒരു ഗതികേടിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് ഈ സന്ദർഭവും സാഹചര്യവും ഇതിൻ്റെ ചരിത്രവുമൊക്കെ വായിക്കുമ്പോൾ കൃത്യമായിട്ടും മനസ്സിലാവുന്നത്. 102ാമത്തെ വാക്യം. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാനിടയാകരുത്.
അപ്പോൾ മുസ്ലിങ്ങളായി കൂടെ വന്ന ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളല്ലാതായി പോവുകയും ജൂതന്മാരുടെ കൂടെ തിരിച്ചു പോവുകയും മുഹമ്മദിൻ്റെ വിശ്വാസം കൈവിടുകയും ചെയ്തിരുന്നു എന്ന് ഉറപ്പാണ്. 103 നിങ്ങൾ ഒന്നിച്ച് അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം ഓർക്കുകയും ചെയ്യുക. അവൻ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കൂട്ടിയിണക്കി, അങ്ങനെ അവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. നിങ്ങൾ അഗ്നികുണ്ഡത്തിൻ്റെ വക്കിലായിരുന്നു, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തി. അപ്രകാരം അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, നിങ്ങൾ നേർമാർഗം പ്രാപിക്കുവാൻ വേണ്ടി. ഇവിടെ മറ്റൊരു സംഭവം കൂടെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ജൂതന്മാരുമായിട്ട് ഔസ് ഖസ്റജ് എന്നീ 2 ഗോത്രങ്ങൾക്ക് വിവിധ ജൂതഗോത്രങ്ങളുമായിട്ട് സൗഹൃദ ബന്ധവും കുടുംബ ബന്ധവും മുലകുടി ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചുകൊണ്ട് ഈ ഔസ് ഖസ്റജ് ഗോത്രക്കാർ, അവർ പരസ്പര ശത്രുക്കളായിരുന്നു. അവരുമായി സഖ്യത്തിലായിരുന്ന ജൂതഗോത്രങ്ങളും പരസ്പര ശത്രുക്കളായിരുന്നു. ഈ ഔസ് ഖസ്റജ് എന്ന മദീന ഗോത്രക്കാരെ ശത്രുതയിൽ നിന്ന് ഒക്കെ മാറ്റി അവരെ ഒന്നിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് കൂടെ കൂട്ടിയത്. പക്ഷേ ജൂതന്മാർ കൊടുത്ത പണിയുടെ ഭാഗമായിട്ട് ജൂതന്മാർ പറയുന്നതാണ് ശരിയെന്ന് ഈ വിഭാഗത്തിൽ കുറേ ആളുകൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പഴയ സൗഹൃദം പുതുക്കാൻ വേണ്ടി ജൂതന്മാരുമായി ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ടിരുന്നു. മുഹമ്മദിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവർ വിട്ടുപോയിക്കൊണ്ടിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഔസ് ഖസ്റജ് ഗോത്രക്കാരെ തമ്മിൽ തെറ്റിക്കാനും ജൂതന്മാർക്ക് കഴിഞ്ഞു. കാരണം ആദ്യം തന്നെ അവർ രണ്ടുപേരും 2 ജൂതഗോത്രങ്ങളുമായിട്ടായിരുന്നു സഖ്യം. അവർ പരസ്പര ശത്രുക്കളായിരുന്നു. അതിൻ്റെ പേരിൽ ഈ ഔസ് ഖസ്റജ് ഗോത്രക്കാർ തമ്മിൽ വീണ്ടും കശപിശ ഉണ്ടാവുകയും അവർ തമ്മിൽ വാളെടുക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്ത ഒരു സന്ദർഭം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. ഇതിനൊക്കെ കാരണം മുഹമ്മദ് ജൂതന്മാരുടെ മുമ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് തന്നെയാണ്. അതോടുകൂടി ഈ ഔസ് ഖസ്റജ് ഗോത്രക്കാർക്കൊക്കെ മുഹമ്മദിലുള്ള വിശ്വാസം കുറയുകയും അവർ പഴയ ജൂതബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതിനോടുള്ള മുഹമ്മദിൻ്റെ കലിപ്പാണ് ഈ വാക്യത്തിലൂടെ മുഹമ്മദ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ശത്രുക്കളായി നിന്നപ്പോൾ നിങ്ങളെ ഞാനല്ലേ ഒന്നിപ്പിച്ചത്, നിങ്ങൾ നരകത്തിൻ്റെ പക്കത്തായിരുന്നപ്പോൾ നിങ്ങളെ ഞാനല്ലേ രക്ഷപ്പെടുത്തിയത്, എന്നിട്ട് നിങ്ങൾ അതൊക്കെ മറന്നിട്ട് വീണ്ടും മറ്റേ വഴിക്ക് പോവുകയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നതാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇനി നിങ്ങൾ ഒന്നിച്ച് അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഇതാണ് ഈ വാക്യത്തിലെ ഒരു പ്രധാന ആശയം. മുസ്ലിങ്ങളായിട്ട് മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ആളുകൾ ഒരു കാരണവശാലും പരസ്പരം ഭിന്നിച്ചു പോകരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറിൽ ഒരുമിച്ച് മുറുക്കി പിടിച്ചോളണം, ഒരുമിച്ച് നിന്നോളണം, ഭിന്നിക്കരുത് എന്ന ആശയമാണ് ഇവിടെ പറയുന്നത്. ഇത് വലിയൊരു കോമഡിയാണ്. കാരണം മുസ്ലിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആശയം മുന്നോട്ട് വെച്ച മുഹമ്മദ് തന്നെ പിന്നീട് പറയുന്നത് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഭിന്നിച്ചതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഭിന്നിച്ചു പോകുമെന്ന്. ആ കോമഡി അവിടെ നിൽക്കെ തന്നെ മുസ്ലിങ്ങൾക്ക് ഭിന്നിപ്പില്ലാതെ ഒന്നിച്ച് ഒരു കയറ് പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഈ കയറെന്താണ് എന്ന കാര്യത്തിൽ പോലും പരസ്പരം തർക്കിക്കുന്ന കോമഡിയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ കയറ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന കാര്യത്തിൽ തന്നെ 5-6 അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കയറ് പിടിച്ച് നിങ്ങൾ ഒന്നിച്ച് നിൽക്കുക എന്ന് പറഞ്ഞ കയർ എന്താണ് എന്ന കാര്യത്തിൽ പോലും ഭിന്നിച്ചു പോയ തമാശയാണ് നമ്മളിവിടെ കാണുന്നത്. അള്ളാഹുവിൻ്റെ കയറ് എന്ന് പറഞ്ഞത് ഖുർആനാണെന്ന് ഒരു കൂട്ടർ, അതല്ല അള്ളാഹുവിൻ്റെ ദീനാണെന്ന് വേറൊരു കൂട്ടർ, ശരീഅത്താണ് എന്ന് വേറൊരു കൂട്ടർ, പാരമ്പര്യമാണ് എന്ന് വേറൊരു കൂട്ടർ, ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ കയർ എന്താണ് എന്ന കാര്യത്തിൽ തന്നെ കയർ ഒരുപാട് കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞതായിട്ട് കാണാം. ഇനി മുഹമ്മദിന് ഒരു കയർ കൊടുത്തിട്ട് അള്ളാഹു മുസ്ലിങ്ങളോടെല്ലാം ആ കയറുമ്പോൾ ഒരുമിച്ച് പിടിച്ച് ഭിന്നിക്കാതെ നിൽക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് തന്നെ പറയുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളും 72 ഗ്രൂപ്പുകളായിട്ട് പിരിഞ്ഞ് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എൻ്റെ സമുദായം 73 ഗ്രൂപ്പുകളായിട്ട് പിരിഞ്ഞ് തമ്മിലടിക്കും, അതിലൊരു ഗ്രൂപ്പ് മാത്രമേ സത്യത്തിൽ കുടികൊള്ളുകയുള്ളൂ, ഒരു ഗ്രൂപ്പ് മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് പറഞ്ഞ കോമഡി ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളിലും ഹദീസുകളിലും നമുക്ക് കാണാം.
മുഹമ്മദ് ജീവിച്ചിരിക്കെ തന്നെ മുസ്ലിങ്ങൾക്കിടയിലുണ്ടായ ഭിന്നിപ്പും അടിപിടിയും കശപിശയും മുഹമ്മദിനെ തന്നെ കയ്യേറ്റം ചെയ്യുന്നതും ഒക്കെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതെന്തായാലും മുഹമ്മദിൻ്റെ ആജ്ഞാശക്തി കൊണ്ടും വാളിൻ്റെ ശക്തി കൊണ്ടും മുഹമ്മദിനെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞു എന്ന് കരുതാം. പക്ഷേ മുഹമ്മദ് മരിച്ച് അന്ത്യശ്വാസം വലിച്ച ഉടനെ തന്നെ ആ മയ്യത്ത് കബറടക്കുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദിൻ്റെ ഉമ്മത്ത് 4-5 ഗ്രൂപ്പായി അധികാരത്തിന് വേണ്ടി തമ്മിലടി തുടങ്ങി. ആ അധികാരത്തിന് വേണ്ടി തുടങ്ങിയ തമ്മിലടി ആശയപരമായ തമ്മിലടിയായി മാറുകയും പിന്നീട് മുഹമ്മദ് പറഞ്ഞ 7300 അല്ല അതിനപ്പുറത്തേക്ക് ഗ്രൂപ്പുകളായിട്ട് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് കേരളത്തിൽ പോലും 73-ലധികം ഗ്രൂപ്പ് മുസ്ലിങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ കഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു മതം എത്രത്തോളം യുക്തിക്ക് നിരക്കാത്തതും എത്രത്തോളം വിരോധാഭാസം നിറഞ്ഞതുമായിട്ടുള്ള ഒരു കെട്ടുകഥയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ ഈ പറയുന്ന കഥയനുസരിച്ച് തന്നെ അള്ളാഹു ആകെ ഒരു മതമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അള്ളാഹു ഒരു കയറ് മാത്രമേ കൊടുത്തയച്ചിട്ടുള്ളൂ. ആദം നബീൻ്റെ കയ്യിൽ കൊടുത്തയച്ച ആ കയറുമേൽ ആദം നബിയുടെ സന്തതികളായിട്ടുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് പിടിച്ച് ഒരു മതം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു കൊടുത്തയച്ച കയറാണ് ഇസ്ലാം എന്ന മതം എന്നാണ് ഈ കഥ പറയുന്നത്. പക്ഷേ 1,24,000 പ്രവാചകന്മാരെ പല ഭാഷകളിൽ പല ദേശങ്ങളിലേക്ക് ഈ ദൗത്യവുമായിട്ട് അയച്ചിട്ട് അള്ളാഹു കൊടുത്തയച്ച കയറ് 1,24,000 കഷ്ണങ്ങളായി മുറിഞ്ഞുവെങ്കിൽ അത് സ്വാഭാവികമാണ് എന്ന് പറയാം. പക്ഷേ അള്ളാഹു കൊടുത്തയച്ച കയറിൻ്റെ ഓരോ കഷ്ണവും ഓരോ പ്രവാചകൻ കൊണ്ടുവന്ന് ഉണ്ടാക്കിയ ഓരോ മതവും 10, 70, 100 കഷ്ണങ്ങളായിട്ട് ഭിന്നിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ തമ്മിലടിക്കുന്നതാണ് കാണുന്നത്. ഇന്ന് ലോകത്ത് എത്ര മതങ്ങൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അതെല്ലാം അള്ളാഹു കൊടുത്തയച്ച കയറ് കഷ്ണം മുറിച്ച് ഉണ്ടായതാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കഥയനുസരിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ അള്ളാഹു ഒരു സമ്പൂർണ്ണ പരാജയം, അല്ലെങ്കിൽ അള്ളാഹു കൊടും ക്രൂരനായ ഒരു മനോരോഗി. ഇത് കരുതിക്കൂട്ടിയാണ് അള്ളാഹു ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അയാൾ കൊടും ക്രൂരനായ ഒരു മനോരോഗിയാണെന്ന് പറയേണ്ടി വരും. അതല്ല അയാൾ ഇതിൽ നിസ്സഹായനാണ് എങ്കിൽ, ഇത് മനുഷ്യർ കാരണമാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അള്ളാഹു എന്ന ദൈവവും ദൈവത്തിൻ്റെ ദൗത്യവും സമ്പൂർണ്ണമായ ഒരു പരാജയമായിരുന്നു എന്നും മനുഷ്യർക്ക് പോലും ഇങ്ങനെ ഒരു പരാജയം ഒരു കാര്യത്തിലും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം മനുഷ്യർ ഒരു ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 50%, 60% ഒക്കെ വിജയിക്കുകയും ബാക്കി പരാജയപ്പെടുകയും ചെയ്യുന്നതല്ലാതെ 100%, 101% പരാജയപ്പെടുന്ന ഒരു ദൗത്യം മനുഷ്യർക്ക് പോലും ഉണ്ടാവില്ല. അവിടെ സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവം ഒരു ദൗത്യം ആരംഭിച്ചിട്ട് ആ ദൗത്യം സമ്പൂർണ്ണമായി 100% പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. രണ്ടായാലും അള്ളാഹുവിൻ്റെ ദൗത്യം പരാജയപ്പെട്ടതായാലും ശരി, അള്ളാഹു കൊടും ക്രൂരനായ ഒരു മനോരോഗിയായതുകൊണ്ട് അള്ളാഹു കരുതിക്കുട്ടി ചെയ്യുന്നതായാലും ശരി, ഈ അള്ളാഹു എന്ന് പറയുന്ന ചങ്ങാതിയെ ഒരു ദൈവമായിട്ട് ആരാധിക്കാനോ ആദരിക്കാനോ യാതൊരു അർഹതയും അയാൾക്കില്ല എന്നുള്ളത് അവിടെ വ്യക്തമാവുകയാണ്. ഇനി അമാനി മൗലവി ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനമായി എഴുതിയ ഒരു ഖണ്ഡിക ഞാൻ വായിക്കാം. ഇസ്ലാമിൻ്റെ ആവിർഭാവകാലത്ത് അറബി ഗോത്രങ്ങൾ അത്രയും അന്യോന്യം കലഹിച്ചും രക്തം ചിന്തിയും പരസ്പരം ശത്രുക്കളായി കഴിയുകയായിരുന്നു. മദീന നിവാസികളായിരുന്ന ഔസ് ഗോത്രവും ഖസ്റജ് ഗോത്രവും തമ്മിൽ വിശേഷിച്ചും 100-ൽ പരം കൊല്ലങ്ങളായി കടുകടുത്ത യുദ്ധങ്ങളും കലഹങ്ങളും അവർക്കിടയിൽ നിരന്തരം തുടരുകയായിരുന്നു. ഇസ്ലാം അവരെയെല്ലാം ഏകോദര സഹോദരങ്ങളാക്കി മാറ്റി. മക്കയിൽ നിന്ന് മുഹാജിറുകളും അവരും തമ്മിലാകട്ടെ ലോകചരിത്രത്തിന് എവിടെയും ഇണകാണാത്ത വിധത്തിലുള്ള ഒരു കൂട്ടുജീവിതമാണ് ഉണ്ടായിത്തീർന്നത്. ഇതിനെപ്പറ്റിയാണ് നിങ്ങൾ ശത്രുക്കളായിരുന്നിട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു ഇണക്കുകയും ഇങ്ങനെ നിങ്ങൾ സഹോദരങ്ങളാവുകയും ചെയ്തു എന്ന് പറഞ്ഞത്. മാത്രമല്ല വിഗ്രഹാരാധന വരെയുള്ള എല്ലാ അനാചാര ദുരാചാരങ്ങളിലും തോന്നിവാസങ്ങളിലും മുഴുകി നരകാഗ്നിയിൽ വീണ് നശിക്കുവാൻ പോവുകയുമായിരുന്നു അവരെല്ലാം. നരകത്തിൻ്റെ വക്കിലോളം അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മരണം ഏത് നിമിഷത്തിൽ സംഭവിക്കുന്നുവോ അതേ നിമിഷത്തിൽ അവർ നരകക്കുണ്ടിലേക്ക് മറിഞ്ഞു വീഴുകയായി. ഇതായിരുന്നു അവസ്ഥ. അള്ളാഹു ഇസ്ലാമാകുന്ന അനുഗ്രഹം നൽകി അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിൻ്റെ രാജപാതയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ ഔസ് ഖസ്റജ് ഗോത്രക്കാർ തമ്മിൽ ശത്രുക്കളായിരുന്നു. അവരെ ഇണക്കി എന്നതിൻ്റെ പോരിശയാണ് ഇവിടെ മുഹമ്മദ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ മുഹമ്മദ് അവിടെ ചെയ്തത് സമാധാനപരമായിട്ട് കുടുംബ ജീവിതം പോലെ പരസ്പരം സഹകരിച്ച് ജീവിച്ചിരുന്ന മദീനയിലെ ജൂതഗോത്രങ്ങളെയും ഈ ഔസ് ഖസ്റജ് ഗോത്രങ്ങളെയും പരസ്പരം തെറ്റിക്കാനുള്ള ശ്രമമാണ് മദീനയിൽ ചെന്നിറങ്ങിയത് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൽ മുഹമ്മദ് ആദ്യഘട്ടത്തിലൊന്നും വേണ്ടത്ര വിജയിച്ചില്ല.
അവസാനം ആ ജൂതരെക്കുറിച്ച് ഇല്ലാത്ത പരദൂഷണങ്ങൾ പറഞ്ഞ് അവരെയും മദീനക്കാരെയും തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുകയല്ല ചെയ്യുന്നത്, മനുഷ്യർ തമ്മിൽ മതങ്ങളുടെ പേരിൽ സമുദായങ്ങളുടെ പേരിൽ തമ്മിൽ അടുപ്പിക്കാനുള്ള ശ്രമമാണ് അള്ളാഹു തുടക്കം മുതലേ ചെയ്തു പോന്നിട്ടുള്ളത്. മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചതും അതിനു വേണ്ടി തന്നെയാണ്. കാരണം അള്ളാഹു ഉണ്ടാക്കിയ മതങ്ങളിൽ ആകെക്കൂടെ മേൽവിലാസം പറയുന്ന 2-3 മതങ്ങളൊന്ന് ജൂതമതവും ക്രിസ്തുമതവുമാണ്. ആ മതങ്ങളെ അള്ളാഹു ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യം ഉണ്ടാക്കിയതെങ്കിൽ ആ ജൂതമതത്തിൽ നിന്ന് പിന്നീട് ക്രിസ്തുമതം ഉണ്ടായപ്പോൾ ജൂതന്മാർ ക്രിസ്തുമതത്തെ അംഗീകരിച്ചില്ല, അത് 2 മതമായി തമ്മിലടി തുടങ്ങി. പിന്നീട് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ മൂന്നാമത് ഇവർ തമ്മിലടിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും മൂന്നാമത് ഒരു കയറും കൊണ്ടിട്ട് എല്ലാവരും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇസ്ലാം എന്നും പറഞ്ഞ് മുഹമ്മദിനെ ഒരു മതവും കൊണ്ട് പറഞ്ഞയച്ചു. അതോടുകൂടി 2 മതങ്ങൾ തമ്മിലടിച്ചുകൊണ്ടിരുന്നത് 3 മതങ്ങളിലുള്ള തമ്മിലടിയായി മാറി. എന്ന് മാത്രമല്ല, ഈ അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കാൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ കിതാബിലെ ഈ പാശം എന്താണ് എന്ന കാര്യത്തിൽ പോലും പരസ്പരം തർക്കിക്കുന്ന, ആ പാശം കഷണമായിട്ട് മുറിഞ്ഞ് 900 ഗ്രൂപ്പുകളായിട്ട് തമ്മിൽ തല്ലുന്ന ഒരു മതമാക്കി ഇസ്ലാമിനെ കൂടി സൃഷ്ടിക്കുക വഴി ലോകത്ത് മനുഷ്യരെ തമ്മിലടിപ്പിക്കുക എന്ന ഒരു ദൗത്യം മാത്രമായിട്ട് ഈ അള്ളാഹുവിൻ്റെ ദൗത്യം മാറി എന്നുള്ളതാണ് വാസ്തവം. ഇനി യഹൂദരും മദീനയിലെ അറബികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അമാനി മൗലവി എഴുതിയത് നോക്കുക. മദീനയിലെ യഹൂദികളും അറബികളും തമ്മിൽ ജാഹിലിയത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയ സഖ്യബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും നിമിത്തം അതിൻ്റെ തുടർച്ചയായി ഇസ്ലാമിലും ചില മുസ്ലിങ്ങളും അവരും തമ്മിൽ വ്യക്തിപരമായ സ്നേഹബന്ധം പുലർത്തിപ്പോന്നിരുന്നു. മുസ്ലിങ്ങളുടെ ചില ആഭ്യന്തര രഹസ്യങ്ങൾ യഹൂദികൾക്ക് ഇതുവഴി അറിയുവാൻ അവസരം ലഭിക്കുക സ്വാഭാവികമാണല്ലോ. യഹൂദികളാവട്ടെ ആ ബന്ധങ്ങൾ ചൂഷണം ചെയ്ത് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുവാൻ ശ്രമിക്കുകയും അത് മുസ്ലിങ്ങളിൽ കുഴപ്പമുണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ തൽക്കാലത്തെ നിൽക്കപ്പുറതിക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ വേഷമണിഞ്ഞ ചില കപടവിശ്വാസികളുമായും ചില മുസ്ലിങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ടായിരിക്കും. ഇതിൻ്റെ ഫലവും മേൽപ്പറഞ്ഞത് തന്നെ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തുറന്ന മനസ്സോടെ കൂടിയവരായിരിക്കും. എതിർപക്ഷത്തുള്ളവരുടെ നില അതായിരുന്നില്ല. അള്ളാഹു വ്യക്തമാക്കിയതുപോലെ അവരുടെ ഹൃദയങ്ങൾ വിഷകലുഷിതങ്ങളായിരുന്നു. ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ കൂട്ടുകെട്ടുകളുടെയും ഭവിഷ്യത്ത് വമ്പിച്ചതാണല്ലോ. അതുകൊണ്ട് വിശ്വാസികളല്ലാത്തവരിൽ ആരോടും അത്തരം അണഞ്ഞ ബന്ധം സ്ഥാപിക്കുന്നതിനെ ഈ വചനങ്ങളിൽ അള്ളാഹു നിരോധിക്കുന്നു. അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് താക്കീത് ചെയ്യുകയും ഇരു കൂട്ടരുടെയും മനസ്ഥിതി പരസ്പര വിരുദ്ധമായിട്ടാണ് ഇരിക്കുന്നതെന്ന് തുറന്നു കാണിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മറ്റു മതക്കാരുമായിട്ടും സ്വന്തം മതത്തിൽ തന്നെ മുഹമ്മദിന് സംശയമുണ്ടായിരുന്ന കപടവിശ്വാസികളുമായിട്ടും ഒന്നും വിശ്വാസികൾ കൂട്ടുകൂടരുത് എന്ന് തുടർന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള അമാനി മൗലവിയുടെ വിശദീകരണമാണ് നമ്മൾ വായിച്ചത്. എന്തായാലും അള്ളാഹു ഒരു കയറ് കൊടുത്തയച്ചിട്ട് ഐക്യം സ്ഥാപിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലം എന്താണ് എന്ന് ഇന്ന് നമ്മൾ നമ്മുടെ കൺമുമ്പിൽ തന്നെയുള്ള മുസ്ലിം സമൂഹത്തിലേക്ക് ഉമ്മത്തിലേക്ക് ഒന്ന് നോക്കിയാൽ തന്നെ ക്ലിയറായിട്ട് നമുക്ക് വ്യക്തമാവും. ഇസ്ലാമിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി വന്ന മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ 26-28 ഗ്രൂപ്പായിട്ട് പിരിഞ്ഞിട്ടുണ്ട് എന്ന് അതിൻ്റെ നേതാക്കന്മാർ തന്നെ പറയുന്ന തമാശ നമ്മുടെ മുമ്പിലുണ്ട്. അതേക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ആ മുജാഹിദുകളുടെ മുഴുവൻ ഗ്രൂപ്പുകളും കൂടെ ചേർന്നാൽ കേരളത്തിലാകെ മുസ്ലിങ്ങളുടെ 1% വരൂ എന്നും മുജാഹിദ് നേതാവ് തന്നെ പ്രസംഗിക്കുന്നതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിക്കാം. ഇതാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ. ഇങ്ങനെയുള്ള 900 പ്രസ്ഥാനങ്ങളാണ് അനേകം ഉപഗ്രൂപ്പുകളായിട്ട് ഇസ്ലാമിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്, വെള്ളിയാഴ്ച തോറും പള്ളികളിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹു ഒരു കയറ് കൊടുത്തയച്ച് ആദം നബീനെ പറഞ്ഞയച്ചിട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരു കയറുമ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മതം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ട് ലക്ഷക്കണക്കിന് മതങ്ങളുണ്ടായി എന്ന് മാത്രമല്ല, ഓരോ മതങ്ങൾക്കകത്തും 900 കഷണങ്ങളുണ്ടായി. അവയെല്ലാം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അള്ളാഹുവിൻ്റെ പാശത്തിൻ്റെ, അള്ളാഹുവിൻ്റെ കയറിൻ്റെ ഐക്യസ്ഥാപനത്തിൻ്റെ കഥ. 104 നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കട്ടെ, അവരത്രേ വിജയികൾ. നന്മ സദാചാരം എന്നൊക്കെ പറയുന്നത്, ദുരാചാരം വിലക്കി എന്നൊക്കെ പറയുന്നത് അതിനേക്കാളും വലിയ കോമഡിയാണ്. 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയിലെ പാഗൻ അറബികളുടെ ഇടയിൽ നിലനിന്നിരുന്ന സകലമാന അന്ധവിശ്വാസങ്ങളും ഒന്നൊഴിയാതെ വാരിക്കൂട്ടി ഉണ്ടാക്കിയ മതമാണ് മുഹമ്മദിൻ്റെ ഇസ്ലാം മതം. ആ
പാഗൻ അറബികൾ അനുഷ്ഠിച്ചു വന്നിരുന്ന സകലമാന അനാചാരങ്ങളും വിഗ്രഹാരാധനകളും അതുപോലെ വാരിക്കുട്ടി സമാഹരിച്ചുണ്ടാക്കിയതാണ് ഇസ്ലാം മതം. ആ മതത്തിൻ്റെ കിതാബിനകത്ത് നന്മ, സദാചാരം, അനാചാരം, ദുരാചാരം എന്നൊക്കെ പറയുന്നത് നല്ല ഒന്നാന്തരം തമാശയാണ്. നന്മയിലേക്ക് ക്ഷണിക്കുക, സദാചാരം കൽപ്പിക്കുക. എന്താണ് ഇസ്ലാമിലെ നന്മ എന്ന് പറയുന്നത്? അശേഷം മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഈ പൊട്ടക്കഥ വിശ്വസിക്കലാണ് നന്മ, അത് വിശ്വസിക്കാതിരിക്കലാണ് തിന്മ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി നന്മയും തിന്മയും ഒക്കെ എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത്. അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനും ഇതിൽ പറയുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സദാചാരമായിട്ട് കൽപ്പിക്കാനുമാണ് നിർദ്ദേശിക്കുന്നത്. 105 വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം പല കക്ഷികളായി പിരിഞ്ഞ് ഭിന്നിച്ചവരെ പോലെ നിങ്ങളാകരുത്, അവർക്കാണ് കനത്ത ശിക്ഷയുള്ളത്. വ്യക്തമായ തെളിവ്, ഒരു തെളിവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, തെളിവ് ചോദിച്ച് വന്നവരുടെ മുമ്പിൽ നാണം കെടുകയും സ്വന്തം വിശ്വാസികളായ അനുയായികളെ പോലും സംശയത്തിലാക്കുകയാണ് മുഹമ്മദ് തന്നെ ചെയ്തത്. അള്ളാഹു സദാസമയം മുഹമ്മദിന് വെളിപാട് ഇറക്കിക്കൊണ്ട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ പോലും മുഹമ്മദിന് സംഭവിച്ചത് അതാണെങ്കിൽ പിന്നെ അള്ളാഹു മുഹമ്മദൊക്കെ മരിച്ചതിന് ശേഷം ഈ മതത്തിൻ്റെ അവസ്ഥ പറയാനില്ല. കാരണം ഓരോ വിഷയത്തെക്കുറിച്ച് ഖുർആനിലെ ഓരോ വചനങ്ങളും എന്താശയമാണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ചും മുസ്ലിം പണ്ഡിതന്മാർ ചേരിതിരിഞ്ഞ് നിന്ന് തമ്മിലടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായ തെളിവുകൾ പോയിട്ട് തെളിവിൻ്റെ ഒരു സൂചന പോലും ഒരു കാര്യത്തിലും ഈ ഖുർആനിലോ ഈ മതത്തിലോ ഇല്ല എന്നുള്ളതാണ്. തെളിവ് ചോദിച്ചവരുടെ എല്ലാവരുടെയും മുമ്പിൽ ബബ്ബബ അടിക്കുകയാണ് മുഹമ്മദിൻ്റെ അള്ളാഹുവും ചെയ്തിട്ടുള്ളത്. ജൂതന്മാരും തെളിവ് അന്വേഷിച്ച് വന്നപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത്. ആ ജൂതന്മാരെയാണ് ഇപ്പോൾ നിരന്തരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ എന്ന മട്ടിലാണ് ജൂതന്മാരെ ഇപ്പോൾ കുറ്റം പറയുന്നത്. അതേസമയത്ത് ആ ജൂതന്മാരടുത്ത് സാക്ഷി തേടിപ്പോവാൻ ആവശ്യപ്പെടുന്ന കോമഡിയും ഇതേ ഖുർആനിൽ നമ്മൾ മുമ്പ് വായിച്ചതാണ്. ഇവിടെ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം പല കക്ഷികളായി ഭിന്നിച്ചു പോയവരെ പോലെ എന്ന് പറഞ്ഞത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പോലെ എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഭിന്നിച്ചു പോകാൻ എന്താ കാരണം? അള്ളാഹുവിൻ്റെ പിടിപ്പുകേടാണ്. അള്ളാഹുവാണ് ആ മതം ഉണ്ടാക്കിയതെങ്കിൽ ആ മതം ഒറ്റ മതമാക്കി മാറ്റാനുള്ള കഴിവ് അള്ളാഹുവിനില്ലാതെ പോയതാണ്. അതിന് കാരണം അതല്ല അള്ളാഹു കരുതി കൂട്ടി അങ്ങനെ ചെയ്യിച്ചതാണെങ്കിൽ അള്ളാഹുവിൻ്റെ കുരുട്ട് ബുദ്ധിയിൽ നിന്നുണ്ടായ ക്രൂരതയാണത്, ക്രൂര വിനോദമാണത് എന്ന് പറയേണ്ടി വരും. രണ്ടായാലും അള്ളാഹുവിനെ കാശിന് കൊള്ളൂല എന്നല്ലേ അതിൻ്റെ അർത്ഥം. എന്നിട്ട് ക്രിസ്ത്യാനികളും ജൂതന്മാരും തമ്മിലുള്ള ഭിന്നിപ്പ് കാരണം ആ ഭിന്നിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി മൂന്നാമതൊരു കയറും കൊണ്ട് മുഹമ്മദിനെ പറഞ്ഞയച്ചപ്പോൾ സംഭവിച്ചത് ആ മൂന്ന് മതങ്ങളും തമ്മിൽ അടിക്കുക എന്ന് മാത്രമല്ല, മുഹമ്മദ് കൊണ്ടുവന്ന മതം മറ്റൊരു 72 ഗ്രൂപ്പായിട്ട് പിരിഞ്ഞു എന്നാണ് പറയുന്നതെങ്കിൽ മുഹമ്മദ് കൊണ്ടുവന്ന മതം 73 ഗ്രൂപ്പായിട്ട് പിരിയുമെന്ന് മുഹമ്മദ് തന്നെ പ്രവചിച്ചതായിട്ടും ഹദീസുകളിൽ കാണാം. ചില്ലറ ഹദീസല്ല, സഹീഹായ ഹദീസ്. അത് അമാനി മൗലവിയും ഇബ്നു കസീറും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതാ: The people of the two scriptures divided into 72 sects. This ummah will divide into 73 sects, all in the fire except one, that is the Jannah. Some of my ummah will be guided by desire like one who is infected by rabies. No vein or joint will be saved from these desires. ജൂതന്മാരും ക്രിസ്ത്യാനികളും 72 ഗ്രൂപ്പായിട്ടാണ് പിരിഞ്ഞതെങ്കിൽ എൻ്റെ ഉമ്മത്ത് 73 ഗ്രൂപ്പായിട്ട് പിരിയും. അതിൽ ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം നരകത്തിലായിരിക്കും എന്ന് നബി പറഞ്ഞ ഹദീസ് ഇബ്നു കസീർ ഉദ്ധരിച്ചതാണ് ഈ കാണുന്നത്. ഇനി മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായതിനെക്കുറിച്ചുള്ള അമാനി മൗലവിയുടെ ന്യായീകരണം കൂടെ കേട്ടോളൂ. അള്ളാഹുവിൻ്റെ ശക്തിയായ ആ താക്കീത് വേണ്ടതുപോലെ ഓർമ്മിച്ചു വന്ന കാലത്തോളം മുസ്ലിം സമുദായം വിജയത്തിലും നന്മയിലും തന്നെയായിരുന്നു. ഒരിക്കലും അല്ല, അള്ളാഹു മുഹമ്മദും അങ്ങോട്ട് മരിച്ച് വീണ നിമിഷം മുതൽ മുസ്ലിം സമുദായം തമ്മിലടി, ഭീകരമായ തമ്മിലടി തുടങ്ങിയിട്ടുണ്ട്. എന്നു മുതൽ ആ താക്കീതിൻ്റെ ഗൗരവത്തിന് സമുദായത്തിൻ്റെ മനസ്സിൽ ഉലവ് വന്നുവോ അന്നു മുതൽ ആ ഉലവിൻ്റെ തോതനുസരിച്ച് അതിൻ്റെ അനന്തരഫലവും അവരിൽ പ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. ഇന്നാവട്ടെ അത് അതിൻ്റെ അങ്ങേയറ്റത്തെത്തുകയും അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്ത പ്രവചനം അക്ഷരം പ്രതി അവരിൽ പുലരുകയും ചെയ്തിരിക്കുകയാണ്. ഇന്നല്ല അത് അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലെത്തിയത്. മുഹമ്മദ് മരിച്ച ഉടനെ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, മുഹമ്മദ് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എഴുതി കൊടുത്ത ആളുകൾ തന്നെ പരസ്പരം വാളെടുത്ത് വെട്ടി ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയും
പരസ്പരം വെട്ടിമരിക്കുന്ന ഓരോ വിശ്വാസിയും നരകത്തിലായിരിക്കുമെന്ന മുഹമ്മദിൻ്റെ പ്രവചനമനുസരിച്ച് മുഹമ്മദ് തന്നെ സ്വർഗത്തിലേക്ക് ചീട്ടെഴുതി കൊടുത്ത ഖുലഫാഉർ റാഷിദ് അടക്കമുള്ള മുഴുവൻ സഹാബികളും നരകത്തിൽ പോകുന്നതുമാണ് നമ്മൾ കണ്ടത്. അത്രയും ഭീകരമായ തമ്മിലടി ഇന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് ആശയപരമായിട്ടാണ് അധികം തമ്മിലടി, അല്ലാത്തതുകൊണ്ട് സുന്നി ഷിയാക്കളൊക്കെ തമ്മിൽ കുറേ പൊട്ടിച്ച് പരസ്പരം ബോംബ് പൊട്ടിച്ച് കൊല്ലുന്നുണ്ട്. അതേസമയത്ത് ആശയപരമായ തമ്മിലടിയാണ് ഇന്ന് കൂടുതലുള്ളതെങ്കിൽ മുഹമ്മദ് മരിച്ചു വീണ നിമിഷം മുതൽ വാളുകൊണ്ടുള്ള തമ്മിലടിയായിരുന്നു മുസ്ലിങ്ങൾ തമ്മിൽ നടന്നത്. ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ മുസ്ലിങ്ങൾ പരസ്പരം അധികാരത്തിന് വേണ്ടിയിട്ട് പരസ്പരം ഏറ്റുമുട്ടി മരിച്ചിട്ടുണ്ട് എന്നതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. അപ്പോൾ മൗലവി പറയുന്നതൊന്നുമല്ല യഥാർത്ഥ സത്യം എന്നർത്ഥം. അതിൻ്റെ അനന്തരഫലവും അവരിൽ പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഇന്നാകട്ടെ അത് അതിൻ്റെ അങ്ങേയറ്റത്തെത്തുകയും അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്ത പ്രവചനം അക്ഷരം പ്രതി അവരിൽ പുലരുകയും ചെയ്തിരിക്കുകയാണ്. അള്ളാഹു സമുദായത്തെ രക്ഷിക്കട്ടെ, ആമീൻ. നബി തിരുമേനി അരുളി ചെയ്തതായി മുആവിയ ഇപ്രകാരം ജനങ്ങളെ അറിയിക്കുകയുണ്ടായി: വേദക്കാർ അവരുടെ മതത്തിൽ 72 കക്ഷികളായി പിരിഞ്ഞു. ഈ സമുദായം വഴിയെ 73 മാർഗ്ഗക്കാരായി തൽപര കക്ഷികളായി പിരിഞ്ഞേക്കും. ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം നരകത്തിലായിരിക്കും. അതത്രേ ജമായത്ത്, യഥാർത്ഥ മുസ്ലിം സംഘം. എൻ്റെ സമുദായത്തിൽ വഴിയെ ചില ജനങ്ങൾ വെളിക്ക് വരും. പേയ് പിടിച്ച ആളിൽ പേയ് പടർന്നു വ്യാപിക്കുന്നത് പോലെ തന്നിഷ്ടങ്ങൾ അവരിൽ പടർന്നു വ്യാപിക്കും. അവൻ്റെ ഒരു ഞരമ്പോ സന്ധിയോ അത് പ്രവേശിക്കാതെ ബാക്കിയായിരിക്കയില്ലല്ലോ. ഇമാം അഹ്മദ് നിവേദനം ചെയ്ത ഈ ഹദീസ് പല മാർഗങ്ങളിൽ കൂടി വന്നിട്ടുള്ള ഒരു ഹദീസ്, പ്രസിദ്ധ ഹദീസ് അത്രേ. അള്ളാഹു ഒരു പാശം കൊടുത്തയച്ചിട്ട് എല്ലാവരും ഈ പാശത്തിൽ ഭിന്നിക്കാതെ പിടിച്ചു നിന്നോളൂ എന്ന് പറഞ്ഞ് അവസാനം കൊടുത്തയച്ച മുഹമ്മദിൻ്റെ കയ്യിൽ കൊടുത്തയച്ച ഒടുക്കത്തെ പാശം പോലും 73 കഷ്ണങ്ങളായി പിരിയും എന്നും അതിലൊരു കഷ്ണം മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ എന്നും മുത്തുനബി എന്നെ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ അള്ളാഹു എന്തിനാണ് ഇങ്ങനെ ഒരു പാഴ്വേലക്ക് മുതിർന്നത് എന്ന ചോദ്യം മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് മുമ്പിൽ പല്ലെളിച്ച് നിൽക്കുന്നു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. 106. ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ഒരു ദിവസത്തിൽ എന്നാൽ മുഖങ്ങൾ കറുത്തുപോയവരോട് പറയപ്പെടും: വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വസിക്കുകയാണോ ചെയ്തത്? എങ്കിൽ നിങ്ങൾ അവിശ്വാസം സ്വീകരിച്ചതിൻ്റെ ഫലമായി ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. ഇതൊക്കെ ജൂതന്മാരുടെ കുത്തിത്തിരിപ്പിൻ്റെ ഫലമായിട്ട് മുഹമ്മദിൻ്റെ കൂടെ കൂടിയ മദീനക്കാരായ ഒരുപാട് ആളുകൾ വിശ്വാസം നഷ്ടപ്പെട്ട് തിരിച്ചുപോയ പശ്ചാത്തലത്തിൽ മുഹമ്മദിൻ്റെ മാനസിക സംഘർഷങ്ങളും വ്യഥകളും മുഹമ്മദിൻ്റെ പയ്യാരം പറച്ചിലായിട്ട് പുറത്തേക്ക് വരുന്നതാണ്. 107. എന്നാൽ മുഖങ്ങൾ വെളുത്തു തെളിഞ്ഞവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലായിരിക്കും, അവരതിൽ സ്ഥിരവാസികളായിരിക്കുന്നതാണ്. ഇവിടെ വെളുത്ത മുഖമുള്ളവർ എന്നത് നന്മയുടെയും സത്യത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും പ്രതീകമായിട്ടും കറുത്ത മുഖമുള്ളവർ തിന്മയുടെയും നരകത്തിൻ്റെയും പ്രതീകമായിട്ടുമൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ പൊളിറ്റിക്കലി എത്രമാത്രം ഇൻകറക്റ്റാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. 108. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എത്രയാവ, സത്യപ്രകാരം അവ നിനക്ക് ഓതിക്കേൽപ്പിച്ചു തരുന്നു. ലോകരോട് ഒരു അനീതിയും കാണിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു കാണിച്ചത് മുഴുവൻ അനീതിയാണ്, കുരുത്തക്കേടാണ്. കാരണം 1,24,000 പ്രവാചകന്മാരെ ഒറ്റക്കയർമ പിടിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരെ മുഴുവൻ ഒരു സമുദായമാക്കാൻ വേണ്ടിയിട്ടും തമ്മിലടിക്കാതിരിക്കാൻ വേണ്ടിയും പറഞ്ഞയച്ചിട്ട് ഓരോരുത്തരും കൊണ്ടുവന്ന കയർ 73-80 കഷ്ണങ്ങളായി മുറിയുകയും അവർ പരസ്പരം തമ്മിലടിക്കുകയും ഈ 1,24,000 പേര് കൊണ്ടുവന്ന മതങ്ങൾ ഓരോ മതങ്ങളായി മാറുകയും അതിൽ അള്ളാഹു എന്ന പേര് പോലും അവശേഷിക്കാത്ത വിധത്തിൽ ആ മതം മുഴുവൻ ഛിന്നഭിന്നമായി പോവുകയും ചെയ്തു. എങ്കിൽ സർവശക്തനായ അള്ളാഹു നിസ്സംഗനായി ഇതൊക്കെ നോക്കി നിന്നുവെങ്കിൽ അള്ളാഹു നീതി പ്രവർത്തിക്കുന്നവനാണ് എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? 109. അള്ളാഹുവിൻ്റേതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും, അള്ളാഹുവിങ്കിലേക്കാകുന്നു കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. 110. മനുഷ്യവംശത്തിനു വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. വേദക്കാർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അത് അവർക്ക് ഉത്തമമായിരുന്നു. അവരുടെ കൂട്ടത്തിൽ വിശ്വാസമുള്ളവരുണ്ട്, എന്നാൽ അവരിൽ അധിക പേരും ധിക്കാരികളാകുന്നു. വേദക്കാരോടുള്ള ആ ചുരുക്കും പകയും തന്നെയാണ് ഇവിടെ ഒക്കെ നിറഞ്ഞ് വരുന്നത്. മുഹമ്മദിൽ വിശ്വസിച്ച മുസ്ലിങ്ങൾ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരോട് പറയാണ്, നിങ്ങളാണ് ഉത്തമ സമുദായം, നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. വേദക്കാരാകട്ടെ
അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവരിൽ കുറച്ച് ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ പിഴച്ചു പോയിരിക്കുന്നു. എന്നാൽ ഇതേ അള്ളാഹു ഓരോ വേദക്കാരോടും ആ വേദം ഇറക്കിക്കൊണ്ട് പറഞ്ഞത് നിങ്ങളാണ് ഉത്തമ സമുദായം, ഞാൻ നിങ്ങളുടെ കൂടെയാണ്, ഞാൻ നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാണ്. ഇപ്പോൾ ജൂതന്മാർ പറയുന്നത് യഹോവ എന്ന് പറയുന്ന അവരുടെ ദൈവം അവരെ പ്രത്യേകമായി സെലക്ട് ചെയ്തിരിക്കുകയാണെന്നും അവരെ പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു ജനതയാണ് എന്നും ദൈവം അവരെ മാത്രമാണ് സംരക്ഷിക്കുക എന്നും ദൈവം അവർക്കാണ് തേനും പാലും ഒഴുകുന്ന ദേശം ഉണ്ടാക്കി കൊടുക്കുക എന്നും അവർക്കാണ് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ അവർക്ക് ഓഫർ ചെയ്ത അവരുടേതായ ഒരു ദൈവത്തെയാണ് ജൂതമതം യഹോവ എന്ന പേരിൽ അവതരിപ്പിക്കുന്നത്. ആ യഹോവേനെ പിടിച്ചിട്ടാണ് ഇവിടെ മുഹമ്മദ് അള്ളാഹു ആക്കിയിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ പറയുന്നത് ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷ കിട്ടുള്ളൂ, അവരാണ് ഉത്തമ സമുദായം എന്ന് തന്നെയാണ്. അങ്ങനെ ഓരോരുത്തരോടും അവർ ഉത്തമ സമുദായം എന്ന് പറയുകയും ആ ഉത്തമ സമുദായത്തിൻ്റെ തകരാറ് തീർക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഉത്തമ സമുദായത്തിനെ കൊണ്ടുവരികയും അങ്ങനെ ഉത്തമ സമുദായങ്ങൾ തമ്മിൽ ഈ ഭൂമിയിൽ ചോര ചിന്തിക്കൊണ്ടിരിക്കുന്ന, തീർത്താ തീരാത്ത കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നരകമായി ഈ ഭൂമിയെ മാറ്റുകയും ചെയ്തതിൽ ആർക്കാണ് ഉത്തരവാദിത്തം? സർവജ്ഞാനിയും സർവശക്തനാണ് അള്ളാഹു എങ്കിൽ 100% ഉത്തരവാദി അള്ളാഹുവാണ്. അള്ളാഹു നീതി പ്രവർത്തിക്കുന്നവനാണോ അതോ കൊടും ക്രൂരതയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു മനോരോഗിയാണോ എന്ന് സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി മുസ്ലിങ്ങൾ ഉത്തമ സമുദായമാകുന്നു എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാനുള്ള വക മാത്രമേ നൽകുന്നുള്ളൂ. ഏത് കാര്യത്തിലാണ് മുസ്ലിങ്ങൾ ലോകത്ത് മറ്റു സമുദായങ്ങളെക്കാൾ ഉത്തമമായിട്ട് കാണപ്പെടുന്നത്? ധാർമ്മികമായിട്ട് ഉത്തമമാണോ? വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ഉത്തമമാണോ? മനുഷ്യർക്ക് വേണ്ടിയിട്ട് സംഭാവനകൾ നൽകിയ കാര്യത്തിൽ ഈ സമുദായത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ശാസ്ത്രരംഗത്തും വിജ്ഞാന രംഗത്തും ഒക്കെ നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള സമുദായങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും പുറകിലാണ് മുസ്ലിം സമുദായമുള്ളത്. ധാർമ്മികമായ മനുഷ്യൻ്റെ ജീവിതത്തെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മോശമായ ധാർമ്മികത പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹം, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മനുഷ്യത്വരാഹിത്യത്തിൻ്റെയും എല്ലാം മുഖമുദ്രയുമുള്ള ഒരു സമൂഹമായിട്ട് മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്നും വെറുക്കപ്പെട്ടവരായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറയാണ് നിങ്ങളാണ് ഉത്തമ സമുദായം എന്ന്. അപ്പോൾ എന്താണ് ഈ ഉത്തമ സമുദായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവരാണോ ഉത്തമ സമുദായം? അതോ ആ സമുദായത്തിൻ്റെ ഓരോ ചെയ്തികളും നോക്കിയിട്ട് അത് ഏറ്റവും മാതൃകാപരമായി കണ്ട് എല്ലാവരും ആ സമുദായത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനല്ലേ ഉത്തമ സമുദായം എന്ന് പറയാം? മുസ്ലിം സമുദായത്തിന് അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുന്ന എന്തെങ്കിലും ഉത്തമമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അപ്പോൾ ഈ ഉത്തമ സമുദായം എന്ന് പറയുന്നത് സ്വയം പരിഹാസ്യമായൊരു വാദം ഉന്നയിക്കുക എന്ന് മാത്രമാണ്. സങ്കുചിതമായ വർഗീയത ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഈ വാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളത് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് നേർക്കുനേർ കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഈ സമുദായത്തിൻ്റെ ദുരവസ്ഥയിൽ അപകർഷതാബോധം തോന്നിക്കൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഈ സമുദായവും ഈ മതവും ഉപേക്ഷിച്ച് പോകുന്നതാണ് ലോകത്തെല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാക്യം അവതരിച്ച സന്ദർഭം വാഹിദിയുടെ തഫ്സീറിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദിസ് വാസ് റിവീൽഡ് അബൌട്ട് അബ്ദുല്ല ഇബ്നു മസൂദ്, ഉബൈ ഇബ്നു കഅബ്, മുആദ് ഇബ്നു ജബൽ ആൻഡ് സാലിം, the client of Abu Hudhaifa, Malik ibn al-Daif and Wahd ibn Yehuda, both of them Jews, and said to them, our religion is better than that to which you call us, and we are all more virtuous and better than you. And Allah revealed this verse as a response to them. അപ്പോൾ ജൂതന്മാർ അവരുടെ സമുദായമാണ് ഏറ്റവും ഉത്തമ സമുദായം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അത് പറയുന്നത് കേട്ടപ്പോൾ അതിൻ്റെ ചുരുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് അതിന് മറുപടിയായിട്ട് അള്ളാഹു പറഞ്ഞതാണ് ജൂതന്മാരല്ല, നിങ്ങളാണ് ഉത്തമ സമുദായമെന്ന്. ജൂതന്മാർ ഉത്തമ സമുദായമാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തത് ഇതേ അള്ളാഹു തന്നെയാണ് എന്നാണ് ഈ കഥ അനുസരിച്ച് വരുന്നത്. അതേ അള്ളാഹു വേറൊരു മതം ഉണ്ടാക്കിയപ്പോൾ പറയാണ് ആ മതമല്ല, ഈ മതമാണ് ഉത്തമ സമുദായം. 111 ചില്ലറ ശല്യമല്ലാതെ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്തുവാൻ അവർക്കാവില്ല. ഇനി അവർ നിങ്ങളോട് യുദ്ധത്തിലേർപ്പെടുകയാണെങ്കിൽ തന്നെ അവർ പിന്തിരിഞ്ഞ് ഓടുന്നതാണ്, പിന്നീട് അവർക്ക് സഹായം ലഭിക്കുകയുമില്ല. ജൂതന്മാർ മദീനയിലെ
മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്ന ആളുകളുമായിട്ട് നല്ല ബന്ധം പുനഃസ്ഥാപിക്കുകയും മുഹമ്മദിൻ്റെ ഉഡായിപ്പ് മതം പൊളിച്ചു കാണിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവർ വലിയ ആശയക്കുഴപ്പമാണ് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ പേരിൽ അവർക്ക് നിങ്ങളെ അല്ലറ ചില്ലറ ഉപദ്രവം ഉണ്ടാക്കാൻ മാത്രമേ കഴിയുള്ളൂ, അവർ നിങ്ങളോട് യുദ്ധത്തിന് വന്നാൽ അവർ യുദ്ധത്തിൽ തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അവരെ കായികമായി ആക്രമിക്കാനുള്ള പ്ലോട്ട് തയ്യാറാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ വാക്യത്തിൻ്റെ സന്ദർഭം ഇങ്ങനെയാണ് പറയുന്നത്: ദ ജൂസ് ചീഫ്റ്റൈൻസ് കഅബ്, ബഹ്റ, അൻ നുഹ്മാൻ, അബു റാഫി, അബു യാസിർ ആൻഡ് ഇബ്നു സൂര്യ went to Abdullah ibn Salam and his followers who had believed and hurt them because of their acceptance of Islam, and so Allah revealed this verse. അപ്പോൾ ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് പേര് മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്നു. അവരെ മറ്റ് ജൂത പണ്ഡിതന്മാരും പുരോഹിതന്മാരും വന്നിട്ട് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനെ ഉദ്ദേശിച്ചുകൊണ്ട് അതിനുള്ള മറുപടി എന്ന നിലക്കാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് വാഹിദിയുടെ തഫ്സീറിൽ പറയുന്നത്. 112 നിന്ദ്യത അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർ എവിടെ കാണപ്പെട്ടാലും അള്ളാഹുവിൽ നിന്നുള്ള പിടിക്കയറോ ജനങ്ങളിൽ നിന്നുള്ള പിടിക്കയറോ മുഖേനയല്ലാതെ അവർക്ക് അതിൽ നിന്ന് മോചനമില്ല. അവർ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമാവുകയും അവരുടെ മേൽ അധമത്വം അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയുകയും അന്യായമായി പ്രവാചകന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഫലമത്രേ അത്. അവർ അനുസരണക്കേട് കാണിക്കുകയും അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമത്രേ അത്. ഇവിടെ ജൂതന്മാരെക്കുറിച്ച് അങ്ങേയറ്റം നികൃഷ്ടമായ രീതിയിൽ പരദൂഷണം പറയുകയാണ്. നിന്ദ്യത അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ഇബ്നു അബ്ബാസും കൂട്ടരും പറയുന്ന വ്യാഖ്യാനം അവർക്ക് ജിസിയ എന്ന അവഹേളന നികുതി അടക്കേണ്ടി വന്നു, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കീഴടങ്ങിയ ക്രിസ്ത്യാനികളും ജൂതന്മാരും ജിസിയ അടച്ച് അവഹേളന നികുതി അടച്ച് നിന്ദിക്കപ്പെട്ടുകൊണ്ടിരുന്നു, അതാണ് ഇവിടെ നിന്ദ്യത അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. വേറെയും വ്യാഖ്യാനങ്ങളുണ്ട്. അവർ എവിടെ കാണപ്പെട്ടാലും അവർക്ക് അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമാകുന്നു. ജൂതന്മാരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവർ എന്നാണ് ഫാത്തിഹ സൂറത്തിൽ മുസ്ലിങ്ങൾ ദിവസം 5 നേരം നിസ്കരിക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജൂതന്മാർ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവരാണെന്ന്. അങ്ങനെ ആ ജൂതന്മാരോടുള്ള അള്ളാഹുവിൻ്റെ കോപം വിശ്വാസികളുടെ കോപമാക്കി മാറ്റി ഒരു വംശത്തോടുള്ള അങ്ങേയറ്റത്തെ വംശീയ വിദ്വേഷവും വെറുപ്പുമാക്കി മാറ്റുന്ന ആശയങ്ങളാണ് ഈ ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് അവതരിപ്പിച്ച ഖുർആൻ വചനങ്ങളിലൂടെ ഇസ്ലാമിന് സംഭാവനയായിട്ട് നൽകിയിട്ടുള്ളത്. ഇന്നും മുസ്ലിങ്ങൾ ജൂതൻ എന്ന് കേട്ടാൽ നെറ്റി ചുളിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല. ഇത്രയും നിന്ദ്യരായ കൂട്ടരാണ് ജൂതന്മാർ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് അവരെക്കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറയുന്ന ഇതേ അള്ളാഹു ഇതേ ഖുർആനിൽ നേരത്തെ പറഞ്ഞത്, മക്കയിൽ വെച്ച് പറഞ്ഞത്, നിങ്ങൾക്ക് മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിലും അള്ളാഹുവിൻ്റെ വെളിപാടിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജൂതന്മാരോട് പോയി ചോദിച്ച് ഉറപ്പ് വരുത്തൂ എന്നാണ്. 10-ാം അധ്യായത്തിലെ 94-ാമത്തെ വാക്യം: ഇനി നിനക്ക് നാം അവതരിപ്പിച്ച് തന്നതിനെപ്പറ്റി നിനക്ക് വല്ല സംശയമുണ്ടെങ്കിൽ നിനക്ക് മുമ്പ് തന്നെ വേദഗ്രന്ഥം വായിച്ച് വരുന്നവരോട് ചോദിച്ചു നോക്കുക. തീർച്ചയായും നിനക്ക് നിൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യം വന്നു കിട്ടിയിരിക്കുന്നു. അതിനാൽ നീ സംശയാലുക്കളുടെ കൂട്ടത്തിലായി പോകരുത്. ഇവിടെ മുഹമ്മദിനോട് തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. നിനക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നിനക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ വഹിയാണ് എന്ന കാര്യത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നീ ജൂതന്മാരോട് പോയിട്ട് ചോദിച്ചു നോക്കുക, അപ്പോൾ എനിക്ക് ഉറപ്പ് കിട്ടുന്നു. ആ ജൂതന്മാരെക്കുറിച്ചാണ് ഇന്ന് ഒരു കലക്കും വിശ്വസിക്കാൻ പറ്റാത്തവരെന്നും തനി കള്ളന്മാരെന്നും തനി വഴിപഴച്ചവരെന്നും അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവരെന്നും സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം പറയുന്നത്. ആ കുറ്റം പറയുന്ന ജൂതന്മാരോടത്തേക്കാണ് നേരത്തെ അള്ളാഹു മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിന് സാക്ഷ്യം തേടി മുഹമ്മദിനെ തന്നെ പറഞ്ഞയക്കുന്നത് എന്ന കോമഡി കൂടെ ചേർത്തൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. എത്രത്തോളം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ മതവും ഈ മതം മുന്നോട്ട് വെക്കുന്ന പൊട്ടക്കഥയും എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം.